Hi dear friends, നമ്മളിപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് നൗണും പ്രോനൗണാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അഡ്ജക്റ്റീവാണ്. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? നാമവിശേഷണം. നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നാമത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ബോയ് ഒരു ഗേൾ എടുക്കുകയാണെങ്കിൽ നല്ല കുട്ടി, ഒരു കുട്ടി, ഈ കുട്ടി, ആ കുട്ടി, പഠിക്കുന്ന കുട്ടി, മടിയനായ കുട്ടി, ഇൻ്റലിജൻറ്റ് ബോയ്, ലേസി ബോയ്, ദാറ്റ് ആ കുട്ടിയെ വിശേഷിപ്പിക്കാൻ, ആ നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഓരോ വാക്കിനെയും നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പല ടൈപ്പിലുള്ള, പല വിധത്തിലുള്ള, പല രീതിയിലുള്ള വാക്കുകൾ നമുക്ക് ഇതുപോലെ നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് adjective means add something to the meaning of a noun. നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ സാധാരണ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോഡിഫൈ എ നൗൺ. ഒരു നാമത്തെ, ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ബോയ്, ഗേൾ രണ്ടും നൗണാണ്. നമുക്ക് ഈ ബോയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ദിസ് ബോയ്. ദിസ് ബോയ്, ദാറ്റ് ഗേൾ ഓർ എ ബോയ് ഒരു കുട്ടി, ഫസ്റ്റ് ബോയ് ആദ്യത്തെ കുട്ടി. ഇപ്പോൾ ഈ ഫസ്റ്റ്, എ, ദിസ്, ദാറ്റ് ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഗേൾ, ബ്യൂട്ടിഫുൾ ഇസ് അഡ്ജക്റ്റീവ്. സം ബോയ്സ്, ഗുഡ് ബോയ്, ബാഡ് ബോയ്, സ്മാർട്ട് ബോയ്, സ്മാർട്ട് ഗേൾ. മൈ ബുക്ക്, നോ, മൈ ബുക്ക്. അവർ സ്കൂൾ, സ്കൂളിനെ വിശേഷിപ്പിക്കുന്നു അവർ സ്കൂൾ. ആൻ ഓണസ്റ്റ് മാൻ, honest man. Clever girl, a little water, a little water. Some food, a few days. Okay, it's interesting or it is boring. It's useful, it is useless. Meaningful, meaningless. It's important, it's necessary. Confident, essential. Happy, glad, sad, easy, difficult. These are the adjectives. ഈ അഡ്ജക്റ്റീവ്സ് ആണ് നമ്മൾ സാധാരണ സെൻറ്റൻസ്, നമ്മളിപ്പോൾ നൗണ് കൂടുതലായിട്ട് പഠിച്ച പോലെ തന്നെ നമ്മൾ കൂടുതൽ അഡ്ജക്റ്റീവ്സും പഠിച്ചുകൊണ്ട് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. കാരണം ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ നൗൺസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ അഡ്ജക്റ്റീവ്സും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു നൗണും ഇപ്പോൾ ഒരു അഡ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് ഫോമാണ്. അതിൻ്റെ നൗൺ ഫോം ഇതാണ് കോൺഫിഡൻസ്. അപ്പോൾ നൗണ് അഡ്ജക്റ്റീവൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്നത്, ഇത് കണ്ടു കഴിഞ്ഞാൽ, വാക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമുക്കൊരു കഴിവ് നമുക്കുണ്ടാകുകയും ചെയ്യും. അതിൻ്റെ ഉപയോഗം അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കോൺഫിഡൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഐ ആം കോൺഫിഡൻറ്റ് എന്നാണ് പറയുന്നത്. ഐ ആം കോൺഫിഡൻറ്റ്. ഇപ്പോൾ കോൺഫിഡൻസ് എന്നുള്ള നൗണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെന്താ പറയുക? ഐ ഹാവ് കോൺഫിഡൻസ്. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നൗൺ ഫോമാണ്, അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ് കോൺഫിഡൻറ്റ്. ഓക്കെ, ഇപ്പോൾ മാക്സിമം നൗണുകൾ നമ്മൾ പഠിച്ച പോലെ തന്നെ മാക്സിമം അഡ്ജക്റ്റീവ്സ് നമ്മൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. അഡ്ജക്റ്റീവ്സ് നമുക്ക് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അഡ്ജക്റ്റീവ്സ്. അപ്പോൾ മാക്സിമം നമ്മളത് പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സിൻ്റെ പല ടൈപ്പിലുള്ള പല കൈൻഡ്സ് ഓഫ് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. നമുക്കത് അതിൻ്റെ തരംതിരിച്ചൊന്ന് നോക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ. അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ. Adjectives of quality, quantity and number. 1, 2, 3, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുന്നതെല്ലാം തന്നെ നമ്മൾ അഡ്ജക്റ്റീവ്സ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്, ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ്, പൊസസീവ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കുക എന്നർത്ഥം. ഇപ്പോൾ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്ന് പറഞ്ഞത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ നൗണിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കുമ്പോൾ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ് എന്നാണ് ഇതിനെ പറയുന്നത്. അതേപോലെ ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മളൊരു നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാറുണ്ട്. ഓക്കെ, വിച്ച് ബോയ്, വിച്ച് ബുക്ക്, വിച്ച് വേ, വാട്ട് കളർ, വാട്ട് സൈസ്, ഹൂസ് പെൻ, ഹൂസ് ബാഗ് ഇറ്റ് ഈസ് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഒരു നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻട്രോഗേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ് പൊസസീവ് അഡ്ജക്റ്റീവ് ഒക്കെ. പൊസസീവ് അഡ്ജക്റ്റീവ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു നൗണിൻ്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പൊസസീവ് അഡ്ജക്റ്റീവ്സ് നമുക്ക് പൊസസീവ് പ്രൊനൗൺസ് നമുക്ക് അഡ്ജക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും.
മൈ ബുക്ക്, യുവർ പെൻ, അവർ സ്കൂൾ, ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നാമത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്ന വാക്കിന് നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, ഗുഡ്. ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ ദി പ്ലസ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഓക്കെ, ദി പ്ലസ് അഡ്ജക്റ്റീവ് ഗീവ്സ് അസ് എ പ്ലൂറൽ നൗൺ. ദ റിച്ച് എന്ന് പറഞ്ഞാൽ സമ്പന്നരായ ആളുകൾ, ദ റിച്ച്. അപ്പോൾ ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ ദി ചേർത്താൽ നമുക്കൊരു പ്ലൂറൽ നൗൺ കിട്ടുകയാണ്, ധനികരായ ആളുകൾ. ദ പുവർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾ, പ്ലൂറൽ, പാവപ്പെട്ട ആളുകൾ. ദ ലിവിങ്, ജീവനുള്ളവർ. ദ ഡെഡ്, മരിച്ചവർ. ദ ബ്ലൈൻഡ്, ബ്ലൈൻഡ് ആയിട്ടുള്ളവർ. ദ ഡെഫ്, ദ ഹെൽത്തി, ദ സിക്ക്, ദി അൺഎംപ്ലോയിഡ്, ദ യങ്, ദ ഓൾഡ്, ദ സ്ട്രോങ്, ദ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ നൗണ് നമുക്ക് അതുവഴി കിട്ടുകയാണ്. അപ്പോൾ അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ ദി ചേർത്താൽ നമുക്ക് ഒരു പ്ലൂറൽ നൗണ് ലഭിക്കുന്നു ചെയ്യും. ഇസ് ദാറ്റ് ഓക്കെ? അഡ്ജക്റ്റീവിൻ്റെ ഒരു ഉപയോഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ചെറിയൊരു സാധാരണ ഒരു ഉപയോഗം. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥം. അതിൻ്റെ ചോദ്യമാണെങ്കിൽ ഈസ് ഇറ്റ് മീൻസ് ആണോ. നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അല്ല, ഈസ് ഇറ്റ് നോട്ട് അല്ലേ. ഇപ്പം നമ്മൾ ടെൻസ് പഠിക്കാൻ നേരത്ത് കൂടുതൽ സെൻറ്റൻസ് എഴുതി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ 4 സെൻറ്റൻസുകൾ നമ്മൾ 4 ടൈപ്പ് സെൻറ്റൻസുകൾ ഉണ്ടാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതായത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് അതിൻ്റെ ചോദ്യം, ഒരു നെഗറ്റീവ് സെൻറ്റൻസ് അതിൻ്റെ നെഗറ്റീവ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഈ അഡ്ജക്റ്റീവ് കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ, സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണിത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അഡ്ജക്റ്റീവ് ഉപയോഗിക്കുക, എന്നിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. ഇതുപോലെ 4 രീതിയിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം അഡ്ജക്റ്റീവ്സ് പഠിച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കി വായിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്, ഇത് കൊള്ളാം, നല്ലതാണ്. ഈസ് ഇറ്റ് ഗുഡ്, ഇത് നല്ലതാണോ ചോദിക്കുകയാണ്, നല്ലതാണോ. അപ്പോൾ ഇതാണ് ഇവിടെ ആണ് അല്ലെങ്കിൽ ആണോ എന്ന് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ ആണ്, ഈസ് ഇറ്റ് ചോദ്യം ആണോ. ഇറ്റ് ഈസ് ഗുഡ്, ഈസ് ഇറ്റ് ഗുഡ്. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഈസ് ഇറ്റ് നോട്ട് ഗുഡ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, അത് നല്ലതല്ല. അതിൻ്റെ നെഗറ്റീവ് ചോദ്യമാണ് ഈസ് ഇറ്റ് നോട്ട് ഗുഡ്, അത് നല്ലതല്ലേ. അപ്പോൾ ഗുഡ് എന്നുള്ള അഡ്ജക്റ്റീവ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗുഡിൻ്റെ സ്ഥാനത്ത് ഇതുപോലുള്ള അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഈസ് ഇറ്റ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, it is possible, it is necessary, it is soft, it is hard, it is difficult, it is easy, it is beautiful, it is nice, it's enough, it's old, it's wrong, it's right. Okay, is it right, is it not right, like that. ഇതുപോലെ 4 രീതിയിലും ഈ അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. മാക്സിമം അഡ്ജക്റ്റീവ്സ് പഠിക്കുക, ഇതുപോലെ ചെറിയ ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കി മാക്സിമം വായിച്ച് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അഡ്ജക്റ്റീവ്സിലെ ഒരു മെയിൻ പോയിൻ്റാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഓക്കെ, 3 രീതിയിലുള്ള ഡിഗ്രീസാണ് നമുക്കുള്ളത്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഇൻ ഇറ്റ്സ് സിമ്പിൾ ഫോം. അഡ്ജക്റ്റീവിൻ്റെ സിമ്പിളായിട്ടുള്ള ഫോമാണ്, സിമ്പിളായിട്ടുള്ള ഉപയോഗമാണ് പോസിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ കാണുന്നത്. അഡ്ജക്റ്റീവിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചേർക്കുന്നില്ല. ഓക്കെ, ഇന്ന് കമ്പയർ ചെയ്യുന്നുമില്ല. ഒരാളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പോസിറ്റീവ് ഡിഗ്രി സിമ്പിളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഗുഡ്, സ്മോൾ, ഹാപ്പി, ടോൾ, ബിഗ് ഇങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ് ഇൻ ഇറ്റ്സ് സിമ്പിൾ ഫോം, ദാറ്റ് ഈസ് പോസിറ്റീവ് ഡിഗ്രി. നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്തെ ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇപ്പോൾ 2 വ്യക്തികളെ തമ്മിൽ, നമ്മൾ 2 നൗണുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇറ്റ് ഈസ് എ ഹയർ ഡിഗ്രി ദാൻ ദ പോസിറ്റീവ് ഡിഗ്രി. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ 2 തിങ്സ് ആർ കമ്പയർഡ്. 2 നൗണുകൾ നമ്മൾ കമ്പയർ ചെയ്യാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ആഡിങ് ER ടു ദ പോസിറ്റീവ്. ഈ പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ സാധാരണഗതിയിൽ പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ER ചേർത്താൽ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടും. ഗുഡ്, ബെറ്റർ. ഓക്കെ, സ്മോൾ, സ്മോളർ, ഹാപ്പി, ഹാപ്പിയർ, ടാൾ, ടാളർ, ബിഗ്, ബിഗർ. ഓക്കെ, നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ER ചേർത്ത് നമ്മൾ അങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, 2
രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ നൗണുകളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. മൂന്നാമത്തെ ഡിഗ്രിയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ക്വാളിറ്റി. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ മോർ ദാൻ ടു തിങ്സ് ആർ കമ്പയർഡ്. ഇപ്പോൾ രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ആഡിങ് EST ടു ദ പോസിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രിയിലെ അഡ്ജക്റ്റീവിൻ്റെ കൂടെ, സാധാരണ അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ EST ചേർത്താൽ നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടും. ഓക്കെ, എക്സാമ്പിൾ: ബെസ്റ്റ്, സ്മോളസ്റ്റ്, ഹാപ്പിയസ്റ്റ്, ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ്. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്? പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ER ചേർത്തുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കുന്നു. രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഹയർ ഡിഗ്രി ദാൻ. ഉണ്ടോ? ഈ ദാൻ എന്നുള്ള വാക്ക് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഹയർ ഇത് ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഹൈയുടെ ഹയർ ഡിഗ്രി ദാൻ. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ദാൻ. അതുപോലെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാൻ നമ്മൾ പോസിറ്റീവിൻ്റെ കൂടെ EST ഉപയോഗിച്ചു. അതുപോലെ എല്ലാ പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ, എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെ നമ്മൾ ദി ചേർക്കാറുണ്ട്. ദ സ്മോളസ്റ്റ്, ദ ബെസ്റ്റ്, ദ ഹാപ്പിയസ്റ്റ്, ദ ടോളസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ ചെറിയ ഉപയോഗം നമുക്ക് കാണാം. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ പഠിച്ച അഡ്ജക്റ്റീവ്സ് ഒക്കെ മിക്കവാറും കണ്ടതെല്ലാം ചെറിയ വാക്കുകളായിരുന്നു. അപ്പോൾ വലിയ വാക്കുകളാണെങ്കിൽ ഈ വലിയ വാക്കിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അഡ്ജക്റ്റീവ്സ് ഓഫ് 2 or more syllables. വൺ സിലബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ശ്വാസത്തിൽ പറയുന്ന വാക്കുകൾ നമ്മൾ വൺ സിലബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അഡ്ജക്റ്റീവ്സ് വെച്ചിട്ട് വലിയ വാക്കുകളാണെങ്കിൽ നമ്മൾക്ക് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് എങ്ങനെ ഉണ്ടാക്കുന്നത്? അഡ്ജക്റ്റീവ്സ് ഓഫ് 2 or more syllables ഫോം ദ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ബൈ ആഡിങ് മോർ ആൻഡ് മോസ്റ്റ്. ഇപ്പോൾ വലിയ വാക്കുകളാണെങ്കിൽ നമ്മൾ കമ്പാരിറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോർ ഉപയോഗിക്കുന്നു, സൂപ്പർലേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോസ്റ്റ് ഉപയോഗിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. ബ്യൂട്ടിഫുൾ. ഓക്കെ, ബ്യൂട്ടിഫുൾ ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റിയ വാക്കല്ല അല്ലേ? അപ്പോൾ വലിയ വാക്കുകളാണെങ്കിൽ ഇതുപോലെ നമ്മൾ മോറും മോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഉണ്ടാക്കണം. ഓക്കെ, ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ഡിഫിക്കൽട്ട്, മോർ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ, courageous, more courageous, most courageous. Expensive, more expensive, most expensive. Important, more important, most important. ഓക്കെ, ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കുറച്ചുകൂടെ സെൻറ്റൻസുകൾ എഴുതി അടുത്ത ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ സെൻറ്റൻസ് എഴുതി ഈ 3 ഡിഗ്രീസ് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നമ്മൾ നൗൺസ് പഠിച്ച പോലെ തന്നെ പ്രധാനപ്പെട്ട സംഗതിയാണ് അഡ്ജക്റ്റീവ്സും. മാക്സിമം കൂടുതൽ അഡ്ജക്റ്റീവ്സ് പഠിച്ചാലേ നമുക്ക് കൂടുതലായിട്ട് സെൻറ്റൻസുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാക്സിമം അഡ്ജക്റ്റീവ്സ് പഠിക്കാനായിട്ട് പരിശ്രമിക്കണം. ഇതുപോലെ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ് പഠിക്കാനായിട്ട് നോക്കണം. ഓക്കെ, അഡ്ജക്റ്റീവ്സിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഞാൻ മിക്കവാറും വാട്സപ്പിലൂടെ പിള്ളേർ ചോദിച്ചിരിക്കുന്നവർക്കെല്ലാം വാട്സപ്പിലൂടെ നൽകുന്നുണ്ട്. വാട്സപ്പിലൂടെ ഗ്രാമർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് നമ്പർ തരുമ്പോൾ ഗ്രാമർന്ന് എഴുതാൻ നോക്കുക. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രം വേണ്ടവർ സ്പോക്കൺ ഇംഗ്ലീഷും കൂടെ അതിൻ്റെ കൂടുതൽ എഴുതാൻ നോക്കുക. ഓക്കെ, I hope you understand my class. Thank you for watching. Subscribe my channel and study it. Okay, thank you so much.